ഹലോ ഫ്രണ്ട്സ്, അഭിയാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയ മറ്റൊരു സാമ്പത്തിക തട്ടിപ്പ് നടന്നിരിക്കുന്നു. 11,999 പേരെ പറ്റിച്ചുകൊണ്ട് ഏകദേശം 8 കോടിയോളം രൂപയാണ് ഇതിന്റെ സംഘാടകർ ഈ ഒരു തട്ടിപ്പിലൂടെ നേടിയെടുത്തിരിക്കുന്നത്. വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റായും രേഖപ്പെടുത്തുക. കഴിഞ്ഞ വീഡിയോയിൽ 25 ലൈക്ക് തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 50+ ലൈക്ക് തന്നിട്ടുണ്ട്. എല്ലാവരോടും വളരെ വലിയൊരു നന്ദി. ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 30 ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ കുറച്ച് ദിവസം മുമ്പ് നടന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇട്ട ഒരു നൃത്തം, 12,000 പേരോളം പങ്കെടുത്ത ആ ഒരു നൃത്തത്തിൽ 11,999 പേരും പറ്റിക്കപ്പെട്ടു. ആ ഒരാൾ ഒഴിച്ച്. ആ ഒരാൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രശസ്ത സിനിമാ താരം ദിവ്യ ഉണ്ണി. 8 മിനിറ്റ് നീളുന്ന ആ ഒരു ഡാൻസ് 12,000 പേര് ഒരുമിച്ച് കളിച്ചു എന്ന ആ ഒരു ഗിന്നസ് റെക്കോർഡ് ദിവ്യ ഉണ്ണിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യപ്പെട്ടപ്പോൾ ബാക്കി 11,999 പേർ അവിടെ മുഖമില്ലാതെ മാറിയിരുന്നു. അതായത് ഐഡന്റിറ്റി ഇല്ലാതെ മാറിയിരുന്നു. ദിവ്യ ഉണ്ണിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ ഒരു 11,999 പേർ അങ്ങോട്ട് 3,500 രൂപ അടച്ച് ഈ ഒരു പരിപാടിയിൽ പോയി പങ്കെടുത്തത്? തീർച്ചയായിട്ടും അവരെ ഓരോരുത്തരെയും പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റുകൾ കിട്ടും, അവരുടെ പേര് വെച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൂടാതെ കല്യാൺ സിൽക്സ് 360 രൂപയ്ക്ക് ഇവർക്ക് സ്പോൺസർ ചെയ്ത സാരി 1,600 രൂപയ്ക്കാണ് ഇതിന്റെ സംഘാടകർ ഇവർക്ക് മറിച്ച് വിറ്റത്. ഈ നൃത്തം ചെയ്യുന്നവർക്ക് ഇവർ സാരി മാത്രം മറിച്ച് വിറ്റ പൈസ എന്ന് പറയുന്നത് 1,91,98,400 രൂപയാണ്. 360 രൂപ എന്ന സാരിയുടെ റിയൽ എമൗണ്ട് ഈ ഒരു 11,999 വരെ കാൽക്കുലേറ്റ് ചെയ്ത് കുറയ്ക്കുകയാണെങ്കിൽ അവിടെ 43,19,640 രൂപ കുറയുന്നത്. അങ്ങനെ കുറച്ചാൽ തന്നെ സാരി മറിച്ച് വിറ്റ ഇനത്തിൽ തന്നെ സംഘാടകരുടെ ലാഭം 1,48,78,760 രൂപയാണ്. പിന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തരുടെ കയ്യിൽ നിന്നും സെപ്പറേറ്റ് എൻട്രി ഫീസായിട്ട് മാത്രം 3,500 രൂപയും 5,100 രൂപയും ഒക്കെയാണ് എൻട്രി ഫീസായിട്ട് മാത്രം വാങ്ങിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതും ഒരു റെസിപ്റ്റ് പോലും കൊടുക്കാതെ. 11,999 പേരിൽ നിന്നും ഇങ്ങനെ മാത്രം പിരിച്ചെടുത്ത പൈസ കൂട്ടുകയാണെങ്കിൽ 4,19,96,500 രൂപ വരുന്നതാണ്. അതായത് ഗിന്നസ് റെക്കോർഡിനെ മറപിടിച്ച് നടന്നത് കേരളം ഈ അടുത്തിടെ കണ്ട ഏറ്റവും വലിയൊരു സാമ്പത്തിക തട്ടിപ്പാണ്. ഇതിന്റെ സംഘാടകരെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ സാമ്പത്തിക തട്ടിപ്പ് ഇത്ര ശക്തിയോടെ പുറത്തു വരാൻ ഇടയായിട്ടുള്ള ഒരു കാരണമാണ് അവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയ ഉമാ തോമസ് MLA-ക്ക് ഉണ്ടായ അപകടം. ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അവിടുത്തെ സംഘാടകരുടെ അനാസ്ഥ എത്രമാത്രമാണ്. കഷ്ടിച്ച് ഒരാൾക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത, സ്റ്റേജ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു തട്ടിക്കൂട്ട് സംഭവം. ബോർഡർ എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട് ആശാമാർ മേടിച്ച് കെട്ടിയിരിക്കുന്നത് 25 രൂപയുടെ ഒരു നീല റിബണും. സാമ്പത്തിക തട്ടിപ്പ് മാത്രം മുന്നിൽ കണ്ട് ഒരു പരിപാടി തട്ടിക്കൂട്ടുന്നവർക്ക് എന്ത് സുരക്ഷ, എന്ത് സേഫ്റ്റി? കേസ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ സംഘാടകർക്കെതിരെ അറിഞ്ഞുകൊണ്ടുള്ള വധശ്രമം എന്ന പേരിൽ വേണം കേസ് എടുക്കേണ്ടത്. ഈ ഒരു സംഭവത്തോടു കൂടിയാണ് ചർച്ചയും മറ്റു കാര്യങ്ങളുമായി ഇതിന്റെ ഈ ഒരു പ്രോഗ്രാമിന് പിന്നിലുള്ള വൻ സാമ്പത്തിക തട്ടിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ പരിപാടിക്ക് ലഭിച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡ് പുനഃപരിശോധിച്ച് ചിലപ്പോൾ ക്യാൻസൽ ചെയ്യുമെന്ന വിവരമാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത മാസ്റ്റർ ബ്രെയിനുകളെല്ലാം ഈ ഒരു കേസ് അന്വേഷണത്തിന്റെ അവസാനം കണ്ടെത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സംഘാടകരെ കണ്ടെത്തിയാൽ മാത്രം പോരാ, അവർ പിരിച്ചെടുത്ത പൈസ പലിശ ഉൾപ്പെടെ തിരിച്ച് പിഴയായി ഈടാക്കാനും മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷാരീതി കൊടുത്താൽ മാത്രമേ ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കൂ. ഈ ഒരു കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഉമാ തോമസ് MLA എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്ത ഒരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.